ദാ ഇന്ന് ഒരു കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 ഉരുളക്കിഴങ്ങ് അതും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു 4 ചുമന്നുള്ളി, ഒരു അര സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം, ഇത്രയും ഒഴിച്ചാൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പം നമുക്ക് അരപ്പ് ദാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു ഇവ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകൊന്ന് പൊട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളവും ഇതുമെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അരപ്പിട്ട് കഴിഞ്ഞിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നാളെ കാണാം.